ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗേഹന്ന താഴ്വര, സിയോൻ കുന്നിൻ്റെ തെക്ക് പടിഞ്ഞാറേ ചെരിവ്, നരകത്തിന് സമമായി കാണുന്ന ഇടം. പഴയ നിയമത്തിൽ കാനാനായ ദൈവമായ മോളക്കിന് ബലിയർപ്പിച്ചിരുന്നിടം, ക്രൂരനായ മോളക്കിന് വേണ്ടി നരബലി നടത്തിയിരുന്ന, ശിശുവധം നടത്തിയിരുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്രൂരതയുടെ അടയാളമായിട്ട് കണ്ടിരുന്ന ഇടം. ദാവീദ് ജബൂസിയരുടെ നാട് കീഴടക്കിയപ്പോഴും അവരുടെ ആചാരങ്ങളും ദൈവങ്ങളെയും മാറ്റിയതായിട്ട് പറയുന്നില്ല. പിന്നീട് ജോസിയ രാജാവാണ് ഇവിടുത്തെ ബലിപീഠങ്ങളെല്ലാം തകർക്കുന്നതും നശിപ്പിക്കുന്നതും. എങ്കിലും ഈ ക്രൂരതയുടെ താഴ്വര കുട്ടികളുടെ മരണത്തിൻ്റെ, മാതാപിതാക്കളുടെ ദുഃഖത്തിൻ്റെ ആ താഴ്വര, ആ ചിന്ത നിലനിർത്തിയിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം നരകത്തിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് നിലനിന്നിരുന്നത്. അറബിക്കിൽ പോലും ഇതേ അർത്ഥത്തിൽ 77 തവണ ഖുറാനിൽ ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് ഉപമകൾ പറയുമ്പോൾ പറയുക, ഗേഹന്നത്തിലെ തീ, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ ചെന്ന് കിടക്കേണ്ട സ്ഥലം. ഇരു കൈകളുമായി ഗേഹന്നത്തിലെ തീയിൽ നിബദിക്കാതിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നിടം. ഇവിടുത്തെ പ്രത്യേകത, കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഗേഹന്ന താഴ്വരയിലായിരുന്നു ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരുന്നത്. ജൈവ വസ്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നും പുഴുവുണ്ട്. ചപ്പ് കത്തിച്ചിരുന്നത് കൊണ്ട് എന്നും തീയുമുണ്ട്. തീയും പുകയും പുഴുക്കളുമുള്ള ഇടം. ഇവിടെയാണ് ചെന്ന് കിടക്കേണ്ടി വരിക. ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ മൗണ്ട് ഓഫ് ഈവിൾ കൗൺസിൽ എന്ന് പറഞ്ഞാൽ കയ്യാഫാസിൻ്റെ വീടിരുന്നിരുന്ന സ്ഥലം, തെറ്റായ ഉപദേശം നൽകിയ ഇടം. അവിടെ നിന്നും മുന്നോട്ട് പോയാൽ ഹക്കൽ ദാമ, രക്തപ്പറമ്പ്. വീണ്ടും മുന്നോട്ട് പോയാൽ ഐനസ് സുൽത്താൻ, സുൽത്താൻസ് പൂൾ. സുലൈമാൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ 1500കളിലാണ് ഇതിനാ പേര് വരുന്നത്. എങ്കിലും ഇതിൻ്റെ മുകളിലാണ് ഹെറോദോസിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ടവറുള്ള സ്ഥലം. പരമ്പരാഗതമായി ദാവീദിൻ്റെ കൊട്ടാരവും അവിടെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്ന രാജാവ് താഴെ കുളക്കടവിൽ കുളിക്കുന്ന ബർഷബയെ കണ്ടു എന്ന് പറയുന്ന ആ ഇടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. എന്ന് പറയുമ്പോൾ ഗേഹന്ന താഴ്വര എല്ലാത്തിൻ്റെയും നെഗറ്റീവായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരയ്ക്കുക. മരണത്തിൻ്റെ താഴ്വര, നരകത്തിൻ്റെ താഴ്വര. സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക് വളരാൻ സാധിച്ചില്ലെങ്കിൽ പുഴുചാകാത്തതും തീക്കെടാത്തതുമായ നിത്യനരകത്തിലേക്കാണ് നമ്മൾ നിബദിക്കുക. നിത്യനരകത്തിൽ നിന്ന് നിബദിക്കാതിരിക്കാൻ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്ന സഹോദര സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലേക്ക് വളരാൻ, നിത്യനരകത്തിൽ നിബദിക്കാതിരിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നിടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.